നമസ്കാരം. ഇന്നലെ നടൻ കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിലുണ്ടായ ഒരു വിശ്വാസവഞ്ചനയെക്കുറിച്ചിട്ടുള്ള ഒരു എപ്പിസോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിരവധി പേർ എന്നെ ബന്ധപ്പെടുകയാണ് ചെയ്തത്. അതിലൊന്ന്, ഞാനും കൃഷ്ണകുമാറും കലാരംഗത്ത് നിൽക്കുന്നതായതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ശത്രുത ഉണ്ടാകേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് അവസാനിപ്പിക്കണം ആയിരുന്നല്ലോ. അതൊന്ന്. രണ്ട്, വിശ്വാസവഞ്ചനയെക്കുറിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ യഥാർത്ഥ വിവരങ്ങൾ ശരിക്കു പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. അതിലൊന്ന്, ദുബായിൽ ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരൻ, അദ്ദേഹം സ്വർണം ഉണ്ടാക്കി ആഭരണങ്ങളാക്കി, സ്വർണം അവിടെ നിയമപരമായി മേടിച്ച് അത് ആഭരണങ്ങൾ ഉണ്ടാക്കി അവിടെ വിൽക്കുന്ന ഒരു സത്യസന്ധനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ജീവിതത്തിൽ ഒരു ഗതിയും പരഗതിയുമില്ല, എന്നെ കൂടെ സഹായിക്കണം, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ കളിക്കൂട്ടുകാരനായിരുന്ന ആ മനുഷ്യനെ സഹായിക്കാൻ ഇദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹത്തിനെ ബിസിനസ്സിലൊപ്പം കൂട്ടി. അദ്ദേഹത്തിൻ്റെ ഏകദേശം 18-20 കോടി രൂപയോളം വില വരുന്ന സ്വർണവുമായിട്ട് മറ്റേ അദ്ദേഹം അപ്രത്യക്ഷനായി. ഇത് ഞാൻ പറയാനുള്ളതിൻ്റെ കാരണം, ഇത് നേരിട്ട് എന്നെ അദ്ദേഹം ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. വിശ്വാസവഞ്ചനയും ചതിയും കലിയുഗം തുടങ്ങുന്നതിന് മുമ്പേ ഉള്ളതാണ്. ചതിക്കപ്പെടുന്ന കഥകൾ, മഹാഭാരതം നമ്മളെടുത്താൽ തന്നെ ചതിയുടെ കഥകൾ നിരവധിയുണ്ട്. പുരാണങ്ങളിൽ ഒക്കെ തന്നെ ചതിയുടെ കഥകൾ ഒരുപാടുണ്ട്. പക്ഷേ ഈ ചതിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു സത്യത്തെക്കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഒരാളെ വിശ്വസിക്കുന്നു, ആ വിശ്വാസത്തെ ചൂഷണം ചെയ്താൽ ഉണ്ടാകുന്ന വിപത്തുകൾ ഒരു ജന്മം അവസാനിച്ചാലും തീരില്ല. ഞാനതിന് വിധേയനായിട്ടുള്ള ഒരാളാണ്. അതിനൊരു ഉദാഹരണം എന്തെന്ന് പറഞ്ഞാൽ, എന്നെക്കുറിച്ച് മുഹൂർത്തം എന്ന് പറയുന്ന മാഗസിനിൽ കാന്തല്ലൂരിലെ ഉഗ്രപ്രത്യങ്കര ക്ഷേത്രത്തെക്കുറിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിൾ വന്നു. അങ്ങനെ ചോറ്റാനിക്കരയുള്ള ഒരാൾ എന്നെ വിളിക്കുന്നു. ഞാൻ വേദാന്തമൊന്നും പഠിച്ചിട്ടില്ല, പക്ഷേ ഞാൻ ഇന്ന തൊഴിൽ ചെയ്തിരുന്ന ആളാണ്, ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചിരുന്ന ആളാണ്, ഞാൻ ഭഗവത്ഗീത കത്തിച്ച ആളാണ്, പക്ഷേ എനിക്ക് അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവ്യദർശനം ഉണ്ടായി. അപ്പോൾ ഞാൻ ഇതിൽ നിന്നെല്ലാം വിട്ട് ഞാൻ ഈ ആത്മീയമായ വഴികളിൽ സഞ്ചരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഒരു ഭാഗത്ത്, ഒരു വീടിൻ്റെ പിന്നിൽ ഒരാളെന്നെ സഹായിച്ചു. അവിടിൻ്റെ പിന്നിൽ ഞാനിങ്ങനെ ചെറുതായിട്ടൊക്കെ ഹോമങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുകയാണ്. എന്നെ അങ്ങ് രക്ഷിക്കണം എന്ന് പറഞ്ഞു. ആരാണോ രക്ഷിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളവരെല്ലാം തന്നെ എന്നെ മാത്രമല്ല, നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കൂ, നമ്മളെ ദ്രോഹിച്ചിട്ടേ പോയിട്ടുള്ളൂ, വേദനിപ്പിച്ചിട്ടേ പോയിട്ടുള്ളൂ, ചതിച്ചിട്ടേ പോയിട്ടുള്ളൂ. അപ്പോൾ ദൈവം ശിക്ഷിച്ചവനെ നമ്മൾ രക്ഷിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് വരുന്ന വളരെ ദുരിതപൂർണമായ ഒരവസ്ഥയുണ്ട്. അത് വിപത്തെന്ന് പറഞ്ഞാൽ പോലും വളരെ കുറവായി പോവും. എന്തായാലും ഇദ്ദേഹത്തെ ഞാൻ പറഞ്ഞു, തൽക്കാലം ഇപ്പോൾ അവിടെ ഞാനൊരു ഉദാഹരണം പറയുന്നതാണ്. തൽക്കാലം ഇപ്പോൾ അവിടെ ഒരാളുണ്ട്, അദ്ദേഹം എപ്പോഴെങ്കിലും പോകുമ്പോഴാകട്ടെ നമുക്ക് താങ്കളെക്കുറിച്ച് ആലോചിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ നമ്പർ മേടിച്ചു വെച്ചു. എന്നാലും ഇദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണ്, എനിക്ക് ഇതൊക്കെ ഫോണിൽ കൂടെ തന്നെ മന്ത്രങ്ങളൊക്കെ കാണാതെ പറയും. ഈ കാണാതെ പഠിച്ചു പറയാൻ അദ്ദേഹം വളരെ മിടുക്കനായിരുന്നു. യഥാർത്ഥത്തിൽ ദൈവികമായിട്ടുള്ള ഒരു അനുഗ്രഹമോ ചൈതന്യമോ അതൊന്നുമില്ല. കാരണം ഇതെല്ലാം സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പഠിച്ചു വെച്ചതാണ്. പക്ഷേ ഓർമ്മയിൽ മിടുക്കനായിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. യന്ത്രം വരയ്ക്കാൻ മിടുക്കനാണ്. അദ്ദേഹത്തിൻ്റെ യന്ത്രമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നടുങ്ങിപ്പോകും. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ യഥാർത്ഥത്തിൽ ഭക്തി ഉണ്ടോ, ആത്മീയത ഉണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ആ സംശയം നിലനിൽക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തെ ഞാൻ മറ്റേയാൾ പോയി കഴിഞ്ഞപ്പോൾ കാന്തല്ലൂർ ആശ്രമത്തിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ അവിടുത്തെ ചില നിയമങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതെല്ലാം സമ്മതിച്ച് അദ്ദേഹം അവിടെ ഉഗ്രപ്രത്യങ്കര, അന്ന് ഉഗ്രപ്രത്യങ്കര മാത്രമുള്ളൂ. ഇപ്പോൾ വാർത്താളിയും ബഹളാമുഖിയും ചിന്നമസ്തു എല്ലാം ഇപ്പോൾ ഇല്ല. ദൈവിക അനുഗ്രഹം, സാന്നിധ്യങ്ങളും ഹോമകുണ്ടും ഒക്കെ ഉണ്ട്. ഇദ്ദേഹം എൻ്റെ കൂടെ വിശ്വസ്തനായിട്ട് നിന്നു. സമ്പന്നനായി, സ്വർണ്ണ ചെയിനും എല്ലാ ആഡംബരങ്ങളായി, കാടിൽ കടുക്കനൊക്കെ ആയി. അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറി മറ്റൊന്നായി. അതായിക്കോട്ടെ, ഈശ്വരൻ കനിഞ്ഞു കൊടുത്താൽ നമുക്കത് പിടിച്ചു വാങ്ങാനോ അതില്ലാതാക്കാനോ കഴിയില്ല. അങ്ങനെ ഒരാൾ ചെയ്യുന്ന കർമ്മം, ആ കർമ്മത്തിൻ്റെ ഫലം അയാൾക്ക് ദൈവം കൊടുക്കും എന്നുള്ളതാണ്.
ഞാനിത് പറയാനുള്ളതിൻ്റെ കാരണം ഇതിലെ കൃഷ്ണകുമാറിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവർ വിശ്വസിച്ചേൽപ്പിച്ച ചില പെൺകുട്ടികൾ ചെയ്തു എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ചില സത്യങ്ങൾ, ചില യാഥാർത്ഥ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു വരുന്നതുകൊണ്ടാണ്. ഈ വിശ്വാസത്തെ നമ്മളെല്ലാം തന്നെ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്, വിശ്വസിക്കുക എന്നുള്ളത്. വലിയ വലിയ കാര്യങ്ങളാണ്. ഞാൻ അതിൻ്റെ ഒരു 2-3 ഉദാഹരണങ്ങൾ എൻ്റെ അടുക്കൽ വരുന്നതായതുകൊണ്ട് ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് ഇദ്ദേഹം അവിടെ ആശ്രമത്തിലെ പ്രധാന ആളായിട്ട് മാറി. എന്നെ ഗുരുനാഥ എന്നാണ് വിളിക്കുന്നത്, വലിയ പരികർമ്മിയായിട്ട് മാറി. പക്ഷെ അദ്ദേഹം കാണാതെ പിടിച്ച് പറയും, പക്ഷെ ഞാനില്ലാതെ അദ്ദേഹം പ്രത്യങ്കര ഹോമമൊന്നും ചെയ്യില്ല, അത് ഗുരുനാഥൻ വന്നാലേ ചെയ്യുകയുള്ളൂ എന്ന് പറയും. എന്തായാലും അവിടെ എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച ചില ശത്രുക്കൾ അദ്ദേഹത്തെ സ്വാധീനിക്കുകയും ആ സ്വാധീനത്തിന് വഴങ്ങി അദ്ദേഹം എൻ്റെ ആശ്രമം നശിപ്പിക്കുന്ന ആ ഗ്രൂപ്പുകാരുമായിട്ട് ചേർന്ന് എൻ്റെ ആശ്രമത്തിനെതിരെ വളരെ അപകീർത്തികരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുകയൊക്കെ ചെയ്തു. അദ്ദേഹം, ഞാൻ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസിലെ പ്രതിയാണ്. ഇതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, എനിക്ക് മാപ്പ് തരണം ഗുരുനാഥ, ഇത് എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് ഇന്ന ആളാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ആ ആശ്രമത്തിലേക്ക് കടന്നു കയറി ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കിയെടുത്ത അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം സ്വയം ഒരു വീഡിയോ തന്നെ അവതരിപ്പിച്ചു, ഇത് എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്ന് പ്രഖ്യാപിച്ചു. ഞാനിത് പറഞ്ഞ വിശ്വാസവഞ്ചനയുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാനിതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ തന്നെ പറയുന്നതാണ്. നമ്മൾ അനുഭവിക്കേണ്ടി വന്ന മാനസികമായൊരു വ്യഥയെക്കുറിച്ച് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഇദ്ദേഹം എന്നെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞു. വേണ്ട എന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് താങ്കളെ കാണണ്ട. അപ്പോൾ അത് വാറണ്ടായപ്പോൾ അദ്ദേഹം മറ്റൊരാൾ വഴി എന്നെ ബന്ധപ്പെട്ടിട്ട് എനിക്കിതിൻ്റെ സത്യങ്ങൾ പറയണം എന്ന് പറഞ്ഞു. സത്യങ്ങൾ എനിക്ക് അറിയിക്കണം എന്നുണ്ട്, എനിക്ക് മാപ്പ് തരണം, എനിക്ക് മാനസിക സംഘർഷമാണെന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഞാൻ പറഞ്ഞു, നിങ്ങൾ കോടതിയിൽ വരിക, നിങ്ങൾ ജാമ്യം എടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് പറയാനുള്ള അവിടെ കോടതിയിൽ പറയാൻ. അത് 10 പ്രതികളുണ്ട്, 10 പേർക്കും വാറണ്ടായി കിടക്കുവാണ്, വാറണ്ടും ജാമ്യമൊക്കെ ആയിട്ട് നിൽക്കുവാണ്. കാരണം നമുക്ക് സമീപിക്കാൻ, നമ്മളെക്കുറിച്ച് അപകീർത്തികരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുകയും നമ്മൾ വിശ്വസിക്കുന്ന ആത്മീയാലയം നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നമുക്കവരെ മറിച്ച് തല്ലാനും കൊല്ലാനും ഒന്നും പറ്റില്ല. പകരം ഈ അസത്യങ്ങളും അധർമ്മങ്ങളും ചെയ്യുന്നവർക്കുള്ള ശിക്ഷ ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് പറയാനേ കഴിയുകയുള്ളൂ. അപ്പോൾ ഞാൻ അത്തരം പ്രാർത്ഥനയിൽ മാത്രമേ മുഴുകിയുള്ളൂ. നിയമപരമായ കാര്യങ്ങളിലും ഞാൻ മൂവ് ചെയ്തു. കാരണം അത് നമ്മുടെ അവകാശമാണല്ലോ. അപ്പോൾ നിയമത്തിലും നീതിയിൽ നിന്നും നമുക്ക് കിട്ടുന്നതൊക്കെ ചിലപ്പോൾ വേദനാജനകമായിരിക്കും, കാരണം കലിയുഗമല്ലേ. എന്നാലും നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട ഒരു അവസ്ഥയുണ്ട്. ഞാനിത് ഉദാഹരണം പറയുന്നത് കൃഷ്ണകുമാറിനെ പറ്റിയൊരു ചെറിയ മിസ്റ്റേക്കുണ്ട്, അത് സംഭവിക്കാതിരിക്കാനായിട്ടാണ്. ഏതായാലും ഞാൻ അതുപോലെ മറ്റൊന്നും കൂടെ ഉണ്ടായി. എൻ്റെ ആശ്രമത്തിലേക്ക് അങ്ങനെ പലരും കടന്നു കയറി അവിടെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ആ നാട്ടിലെ രാഷ്ട്രീയമായിട്ട് നിൽക്കുന്നവരും ഞാനുമായിട്ട് ബന്ധമുള്ളവരും എല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് ആശ്രമത്തിനകത്തേക്ക് കയറുമ്പോൾ കണ്ട കാഴ്ച അതിഭീകരമാണ്. നിങ്ങൾക്കൊക്കെ ചിലരും എൻ്റെ വീഡിയോ കണ്ടു കാണും. ഞാൻ പൊട്ടിക്കരഞ്ഞു പോയ ഞാൻ ഇതിനേക്കാൾ വളരെ ദയനീയമായ അവസ്ഥ ഉണ്ടായപ്പോഴും ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ വിഗ്രഹങ്ങൾ നശിപ്പിക്കപ്പെട്ടപ്പോഴും എൻ്റെ പ്രത്യങ്കരാദേവിയുടെ കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ചെറിഞ്ഞിട്ട് ഇതാണോ പെണ്ണോ എന്ന് ചോദിച്ചപ്പോഴും ഒക്കെ, എൻ്റെ സമാധി മണ്ഡലത്തിലെ ഇരിപ്പിടം വലിച്ചെറിഞ്ഞപ്പോഴൊക്കെ, എൻ്റെ കെടാവിളക്ക് വർഷങ്ങളായി കത്തുന്നതെല്ലാം മറിച്ചിട്ട്, അതൊക്കെ കാണുമ്പോൾ ഒരു ഹൈന്ദവ സംഘടനകളും എനിക്ക് വേണ്ടി സംസാരിക്കുകയോ അത് തെറ്റാണെന്ന് പറയുകയോ ചെയ്തില്ല എന്നുള്ളതല്ല. എന്ന് മാത്രമല്ല, ഇതിനെ സ്വാധീനിക്കപ്പെട്ട ഒരാൾ ജന്മഭൂമി എന്ന് പറയുന്ന പത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ആളുമായിരുന്നു. നമ്മളൊന്ന് ആലോചിക്കണം, ഹൈന്ദവ സംസ്കാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആരെങ്കിലും ഒരാൾ ഇത്തരത്തിലൊരു പ്രസ്ഥാനം നശിപ്പിക്കാനായിട്ട്, ഇത്തരൊരു ആത്മീയ ആരാധനാലയം നശിപ്പിക്കാൻ കൂട്ടുനിൽക്കൂ? ഞാനീ പറഞ്ഞ തുറന്നാണ്. അതുകൊണ്ടാണ് ഒരു പ്രസ്ഥാനങ്ങളുമായിട്ടും എനിക്ക് ബന്ധമില്ല എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ സമൂഹം നശിപ്പിക്കുന്ന തരത്തിലേക്ക് വന്നു. എന്തായാലും ആ പരികർമ്മിയായി വന്ന, ജീവിക്കണം രക്ഷിക്കണം എന്ന് പറഞ്ഞ് വന്ന അയാൾക്കുണ്ടായ മാനസിക ആഘാതത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തൊക്കെ ദോഷം വരികയും അദ്ദേഹം ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് മരണപ്പെടുകയും ചെയ്തു. ഞാനിത് പറയുന്നത്, ചില കർമ്മങ്ങൾ, ചില വിശ്വാസങ്ങൾ, ചില ശരികളിലേക്ക് ചിലരെ ചേർത്ത് പിടിച്ചാൽ അവർക്ക് പിന്നീടുണ്ടാകുന്ന സ്വയം അവർക്കുണ്ടാകുന്ന ആഘാതം അത് വളരെ വലുതാണ്. രക്തമില്ലാത്ത മനുഷ്യൻ എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. അതിൽ ശിവൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. വി ടി നന്ദകുമാറിൻ്റെ നോവലാണ്.
അതിനകത്ത് ശിവൻ എന്ന് പറഞ്ഞ ആ കഥാപാത്രം സ്വന്തം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരു രക്ഷയുമില്ലാതെ ജീവിതത്തിലുടനീളം ഒരു വേശ്യാവൃത്തി ചെയ്യുന്ന ഒരു സ്ത്രീ അയാൾക്ക് ഭക്ഷണവും വസ്ത്രവും ഒക്കെ വാങ്ങിക്കൊടുത്ത് അയാളെ രക്ഷപ്പെടുത്തുന്നതാണ്. അവസാനം ഇവരെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ സ്ത്രീ അവരെ കുത്തിക്കൊല്ലുന്നതാണ് രക്തമില്ലാത്ത മനുഷ്യൻ. അത് സിനിമയായപ്പോൾ സോമനും ജയഭാരതിയാണ് അഭിനയിച്ചത്. ജയസി സാർ സംവിധാനം ചെയ്യുന്നതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇതെല്ലാം നമുക്ക് കാട്ടിത്തരുന്നത് വിശ്വസിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള 9 പേരേ ഉള്ളൂ, 10 പേര് ഇനിയിപ്പോൾ മരണ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അദ്ദേഹത്തെ ഒഴിവാക്കണം. ഞാൻ പറഞ്ഞു വന്നത് അതിലൊരാൾ, അതിലേറ്റവും പ്രധാനമായിട്ട് എൻ്റെ ആശ്രമത്തിൽ കയറി ഏറ്റവും മോശപ്പെട്ട പരാമർശങ്ങൾ നടത്തിയ അദ്ദേഹം പരസ്യമായി ഇറക്കുകയും പരസ്യമായി തന്നെ ഇത് ഞാൻ പ്രഖ്യാപിക്കുകയും ഇതിൻ്റെ പിന്നിൽ ഇന്നാരാണെന്നൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് തരുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കോടതിയിൽ തീരുമാനിക്കട്ടെ. ഞാനിത് പറയാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം, ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തുമായിട്ട് ബന്ധപ്പെട്ട് വന്ന പെൺകുട്ടികൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. അവർ മറ്റെന്തൊക്കെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും അവരുടെ കുറ്റബോധം കൊണ്ട് അവരെ വേട്ടയാടിയില്ലെങ്കിൽ അവർ മനുഷ്യരല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഞാനൊരു അനുഭവം പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഒരാൾ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് ഒരു സ്ഥലം മേടിച്ചു. അദ്ദേഹത്തിൻ്റെ 2 ആൺമക്കളും 1 പെണ്ണുമാണ്. നല്ല മനുഷ്യനാണ്. അപ്പോൾ ആ മക്കൾ എൻ്റെ അടുത്ത് വന്നത്, ഇദ്ദേഹത്തിന് പിതാവിനെ കാണുവാനില്ല, വർഷം 10-35 വർഷം കഴിഞ്ഞു, ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാനാണ് എൻ്റെ അടുക്കൽ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഇദ്ദേഹത്തിൻ്റെ ലക്ഷണശാസ്ത്ര പ്രകാരം ഇദ്ദേഹത്തിൻ്റെ മരണം, ഇദ്ദേഹം ജലവുമായിട്ട് ബന്ധപ്പെട്ട് മൃത്യു സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ ഇനി ഒരു മരണ സർട്ടിഫിക്കറ്റ് ഹാജരായിട്ട്, അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തൊരു വസ്തുവുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു വിശ്വാസവഞ്ചനയിൽ പെട്ടാണോ ഇദ്ദേഹത്തിന് മരണം സംഭവിച്ചത്? അപ്പോൾ പറഞ്ഞു, ശരിയാണ്. എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, ചാലക്കമ്പോളത്തിൽ ഉള്ള ഒരു മുസ്ലിം സഹോദരനുമായിട്ടുള്ള ഇദ്ദേഹത്തിന് വലിയ ബന്ധമുണ്ടായിരുന്നു. ഈ സ്ഥലവും വീടും കൂടെ അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ, ഈ വന്ന കുട്ടികളുടെ അച്ഛൻ കൊടുക്കുകയാണ് ചെയ്തത്. ഗ്യാരണ്ടി ആയിട്ട് നിന്നിട്ട് പണമെടുത്ത് അയാൾക്ക് കൊടുത്തു. അദ്ദേഹം പണമടച്ചില്ല എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിന് ഇരിപ്പിടമില്ലാതായിപ്പോയി. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും വഴിയാധാരമാകുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഒരു ദിവസം ഈ മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. വർഷം 10-35 ഇപ്പോൾ 40 വർഷമായി കാണും. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്താണ്. ഞാൻ ആ സ്ഥലത്ത് പോയിട്ട് അവിടെ ചെറിയ പരിഹാര പൂജകളൊക്കെ ചെയ്തു കൊടുത്തിട്ട്, ബലികർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അവർക്കിപ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ മറ്റേ ആൾ, ഈ വായിടിച്ച ആളിൻ്റെ അടുത്ത് ഇവർ പോലീസ് കൊണ്ട് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു, ഇയാൾക്ക് ഇതുപോലെ ഒരു 10 കേസെങ്കിലും ഇവിടെ ഉണ്ടെന്ന്. ഈ ആൺകുട്ടികൾ അവിടെ ചോദിക്കാനായിട്ട് ചെന്നു, അച്ഛൻ്റെ പൈസയുടെ കാര്യം. അപ്പോൾ പറഞ്ഞു, എനിക്ക് തരാൻ സമ്മതമില്ല. ഒന്ന് ആലോചിക്കണം, ഒരു കുടുംബം മുഴുവൻ ശിഥിലമായി പോയി. അതിൽ ഒരാൾ വിവാഹം കഴിച്ച്, എൻ്റെ സുഹൃത്താണ്, ഇപ്പോൾ ബാംഗ്ലൂരിൽ സ്വന്തമായിട്ടൊക്കെ അധ്വാനിച്ച് ജീവിക്കും, ഇപ്പോഴും വാടക കെട്ടിടത്തിലാണ്. അപ്പോൾ ഇങ്ങനെ വിശ്വാസവഞ്ചനയും ചതിയും ഈ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ, നിങ്ങളെന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരാളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരിക്കൽ കൂടി ചിന്തിച്ചില്ലെങ്കിൽ നമ്മൾ അതിഭീകരമായ വിപത്തെന്ന് പറഞ്ഞ വാക്ക് വളരെ വലുതാണ്, മഹാദുരിതങ്ങളിലേക്കും ദുഃഖങ്ങളിലേക്കും ചെന്ന് ചേരും. അതിനകത്തൊരു അബദ്ധം കൃഷ്ണകുമാറിന് പറ്റിയത്, അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോയെങ്കിലും ആ കേസ് എങ്ങനെങ്കിലും സെറ്റിൽ ചെയ്യാൻ, ഇത് പെൺകുട്ടികളല്ലേ, ഒരു ഇഷ്യൂ ഉണ്ടാക്കാതെ ആ പണം തിരിച്ചു കിട്ടുമെങ്കിൽ കിട്ടാവുന്നത് മേടിച്ച് ആ പണം സെറ്റിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് അബദ്ധമായി. അത് വേണ്ടപ്പെട്ടവരൊക്കെ അവരതിനെ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കാതെ അതപ്പോൾ തന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ നീതി കിട്ടുമോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ദൈവത്തിനെ ആശ്രയിച്ചാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. എനിക്ക് കിട്ടിയിട്ടില്ല, പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി കിട്ടാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അത് പോലീസ് സ്റ്റേഷനിലെ ചില ഉദ്യോഗസ്ഥന്മാർ ചിലരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി ചെയ്യുമ്പോഴുണ്ടാകുന്നതാണ്. നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരുപാടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ. പക്ഷെ അവർ ഒരു സ്വാധീനത്തിന് വഴങ്ങും, അത് ഒരു വിഷയം രാഷ്ട്രീയവൽക്കരിക്കും. അപ്പോൾ ഉണ്ടാകുന്ന വലിയ വിപത്തുകളുണ്ട്. എന്തായാലും ഞാൻ ഈ പറഞ്ഞു തന്നതിൻ്റെ കണ്ടന്റ് ഒരുപാട് നിരവധി വിഷയങ്ങളുണ്ട്. ഓരോരുത്തർ വഞ്ചിക്കപ്പെട്ടതിൻ്റെ ചരിത്രം. വേറൊരു ഉദ്യോഗസ്ഥ അവർ പറയുകയാണ്, അവരുടെ ഭർത്താവിന് 2-3 കുട്ടികളുമുണ്ട്. അവർ വളരെ പ്രയാസപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആദ്യത്തെ ഭർത്താവ് ഒഴിഞ്ഞുപോയി, രണ്ടാമത് ഇവരൊരു കല്യാണം കഴിച്ചു. അവർ ലോൺ എടുത്ത് ഇദ്ദേഹത്തിനൊരു വാഹനവും കാര്യങ്ങളും ഒക്കെ മേടിച്ചു കൊടുത്തു. അദ്ദേഹം ഒരു ജോലിയും ചെയ്യില്ല, 10-50 ലക്ഷം രൂപ കടമാക്കും. ഈ വാഹനം ഇയാൾ ഓടിക്കില്ല. ഇവർ ജോലി ചെയ്തിട്ട് വരുമ്പം അയാൾ വീട്ടിലെങ്ങനെ ഇരിക്കും, എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, നീ ജോലി ചെയ്ത് കൊണ്ടുവരിക, ഞാനിവിടെ നോക്കിക്കോളാം, ഞാൻ ഈ വീട് കാലത്തോളാം. എന്നാൽ ഒരു നായ്ക്ക് പകരമുള്ള ജോലി ഒരു ജോലിയും ചെയ്യില്ല.
ആ സ്ത്രീക്ക് ഭയങ്കരമായ ബാധ്യതയും കളയുണ്ടായി. അവരാ വിവാഹബന്ധം എന്നോട് ആലോചിച്ചതാണ്. അവരത് വേണ്ടാന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ സ്വയം തീരുമാനിക്കണം അവർ ആ മനുഷ്യനെ. കാരണം ഇത് സ്ത്രീകളും ഈ വിശ്വാസവഞ്ചനയിൽ കുടുങ്ങുന്ന സ്ത്രീകളുടെ കഥകൾ ഒരുപാട് ഉണ്ട്. ഇപ്പോൾ ഞാനിത് പറയാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം, നമ്മൾ ഒരുമിച്ച് ബിസിനസ് ചെയ്യുമ്പോൾ, കൂട്ട് ബിസിനസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരാളെ വിശ്വസിച്ച് എടുക്കുമ്പോൾ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം താറുമാറായി പോകും എന്നുള്ളതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെറുതെ വാർത്തകൾ മാത്രം ജനങ്ങളിൽ എത്തിക്കുക എന്നതിനപ്പുറം ചില വിഷയങ്ങൾ, ഇത്തരം സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം മൂല്യച്യുതികൾ, ചില വിശ്വാസവഞ്ചനകൾ, ചില ചതികൾ, ആ ചതിക്കുഴിയിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാതെ മനുഷ്യൻ നശിച്ചു പോകുമ്പോൾ അത്തരം വിഷയങ്ങൾ മനുഷ്യനെ നമ്മളെ ധരിപ്പിച്ചില്ലെങ്കിൽ നമുക്കുണ്ടാകാൻ പോകുന്ന മഹാദുരിതങ്ങൾ, നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നത്, സർവ്വ ദുഃഖങ്ങൾ, കടബാധ്യതയുണ്ടായി ഉറങ്ങാൻ കഴിയാതെ നാടുവിട്ടു പോകേണ്ട അവസ്ഥ വരുന്നവർക്കൊക്കെ ഒരു പാഠമായിരിക്കണം ഈ കൃഷ്ണകുമാറിൻ്റെ ജീവിതമായിട്ടും ഇപ്പോൾ നടന്ന ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആർക്കും ഇതുപോലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.